മൻസൂറെ, മൻസൂർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ്, അഥവാ കച്ചവടം അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരും ബിരിയാണി ആയിട്ടും ഓരോ പ്രൊഡക്റ്റ് ആയിട്ടും ജനങ്ങൾക്ക് കച്ചവടം നടത്തുന്നു. അവരുടെ ധനം ആ കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്നു മാന്യമായ രീതിയിൽ. ഇത് തന്നെയല്ലേ ബിൽഗേറ്റ്സും നിങ്ങൾ പറഞ്ഞ് യൂസുഫ് അലിയും ചെയ്യുന്നത്? അത് യൂസുഫ് അലി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അതേ പരിപാടി തന്നെ എ പി ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. മനസ്സിലാകുന്നുണ്ട് മൻസൂറെ? ഇത് തന്നെയല്ലേ ബിൽഗേറ്റ്സും നിങ്ങൾ പറഞ്ഞ് യൂസുഫ് അലിയും ചെയ്യുന്നത്? അത് യൂസുഫ് അലി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അതേ പരിപാടി തന്നെ എ പി ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. അത് യൂസുഫ് അലി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അതേ പരിപാടി തന്നെ എ പി ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മുനീർ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത് അംബാനിയും അദാനിയും അതുപോലെ തന്നെ യൂസഫ് അലിയും ബിൽഗേറ്റ്സും ഒക്കെ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളാണ്, കോർപ്പറേറ്റ് ഭീമന്മാരാണ്. അവർ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എ പി അബൂബക്കർ മുസ്ലിയാരും ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിത് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചാണ്. പക്ഷെ അതൊന്നുകൂടി ലഘൂകരിച്ചിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നതും ബിസിനസ്സാണ്, കച്ചവടമാണ്. അംബാനിയോ അദാനിയോ അല്ലെങ്കിൽ യൂസഫ് അലിയോ നടത്തുമ്പോൾ നിങ്ങൾ കുറ്റം പറയില്ല, ഇയാൾ നടത്തുമ്പോൾ കുറ്റം പറയും എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാം. തന്നെ നമുക്ക് പറയാനുള്ളൂ. ആരാണ് 313 റുപ്യ ഞാൻ തരാം? അൽഹംദുലില്ലാ. ഇവർക്ക് ആ പേരക്ക കുടിക്കി, ഒരു പേരക്ക ഇതുവരെ മാങ്ങ മാറിഞ്ഞ് പേരക്ക ആയിക്കോട്ടെ കുടിക്കി. ഒക്കെ റെഡി ആവട്ടെ. അള്ളാഹു പേപ്പറൊക്കെ റെഡി ആവേണ്ട, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബദറാകുമ്പോൾ തന്നെ അള്ളാഹു ഒക്കെ റാത്താക്കി തരട്ടെ. അവങ്ങൾ ഇപ്പാവും അറിയില്ല. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു അടുത്ത ബദറിൽ എല്ലാം സന്തോഷമായി കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അടുത്ത 313 ഓടിക്കി. ഇതിലെന്താ ഇതിലെന്താ ആകെ പറല് ഹലുവ, അത് അപ്പുറത്തുള്ള കുടിക്കി. ഇനി എന്താ ഇവിടെ? ഇനി ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് കുടിക്കി. 313 ബിസ്ക്കറ്റ്, വല്ലാത്ത ബിസ്ക്കറ്റ്. ഞാനുള്ള 313 അതാ അസീസാക്കന്റെ മോൻ കുടിക്കി. പിന്നെ ആരാ? ഞാറുണ്ടോ? ഒറ്റ ഒന്നും കൂടെ ഉണ്ട്. മതി മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നമുക്ക് 100 റുപ്യ ആക്കാം. 100 റുപ്യ തരാൻ പറ്റുന്നവർക്ക് ഒരു ടിഷ്യൂ കോഴിമുട്ടിയും കൊടുക്കാം. നമ്മള് ഒരു ടിഷ്യൂ കോഴിമുട്ടി ഒരാൾ കൂടെ കൂടി കൊടുക്കി. 100 റുപ്യന്റെ കോഴിമുട്ട, വല്ലാത്ത കോഴിമുട്ട. അമേരിക്കയിൽ നിന്ന് വന്നാന്ന് പറയാൻ കണ്ടെങ്കിൽ 100 റുപ്യ കൊടുത്തു വാങ്ങിക്കോളി. അതാ സബീറിന് കൊടുക്കി. നാടൻ കോഴിമുട്ടാണല്ലേ. കൊടുക്കി കൊടുക്കി. ഞാർക്ക് വേണ്ടി ഞാൻ കുടിക്കും സ്പീഡാക്കി. മരിച്ചുപോയവരുടെ പേരിൽ ഒരു ഫാത്തിഹ അപ്പത്തിന് പറ്റിയാലൊക്കെ വാങ്ങിക്കോളി. അത് തീരുന്നവരുണ്ടാവും. അൽ ഫാത്തിഹ. മരിച്ചുപോയൽക്കും ദൂരം കൊടുത്തിട്ടില്ല. ഓക്കെ മുനീറെ, ഇതെന്ത് കച്ചവടാണ്? ഇതാണ് ആത്മീയ വാണിഭം എന്ന് പറയുന്ന പിഴച്ച കച്ചവടം. ഒരു പേരക്ക, അടക്കാപ്പഴം, ഞങ്ങളെ നാട്ടിലൊക്കെ അടക്കാപ്പഴം. ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുക്കളുടെ ഭാഗത്ത് ഒരു പേരക്ക മരം ഉണ്ട്, അടക്കാപ്പഴം മരം ഉണ്ട്. അവിടെ എന്റെ കുട്ടികളും പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ വന്നിട്ട് പറിച്ച് തിന്നാറുമുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അത് വെറുതെ പഠിച്ച് തിന്നുന്ന ആ സാധനം അത്രേ ഉള്ളൂ. അതിന് 1 കിലോന് 30 രൂപ പോലും ഇല്ല. ആ സാധനമാണ് ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു 150, 200, 250 ഗ്രാം ഉണ്ടാവും. ഏറി വന്നാല് 250 ഒന്നും ഉണ്ടാവൂല. 1 കിലോനില് ഒരുപാട് എണ്ണം ഉണ്ടാവും. എന്തായാലും 250 കൂട്ടുക. 250 ഗ്രാം പോലും ഇല്ലാത്ത ഒരു അടക്കാപ്പഴം, ഒരു പേരക്കക്ക് 313 റുപ്യ എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും കടക്കാരൻ തന്നാല് അവന്റെ മോത്ത് എറിയില്ലേ? അത് എറിയില്ലേ? മുനീർ അണക്ക് തന്ന എറിയില്ലേ? ഇതാണ് വാണിഭം, ആത്മീയ വാണിഭം. പിന്നെ ഒരു കോഴിമുട്ടി, ഒരു ടിഷ്യൂ പേപ്പർ എന്താ? നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കൈയൊക്കെ തുറക്കൂലേ, മൂക്കൊക്കെ തുറക്കൂലേ? ആ പേപ്പറിൽ ഒരു കോഴിമുട്ട വെച്ചിട്ട് കൊടുത്ത 100 റുപ്യ. എവിടെ ചെങ്ങായി 100 റുപ്യന്റെ കോഴിമുട്ട ഉള്ളത്? ഈ ലോകത്ത് എവിടെയുള്ളത്? ഒന്ന് പറഞ്ഞ. സാധാരണ ഒരു കോഴിമുട്ട 5.50, 6 മാക്സിമം. ഇനി നാടൻ കോഴിമുട്ടയാണെങ്കിൽ 10, 12. ഇനി ഒരു കോഴിമുട്ട ടിഷ്യൂലല്ല, ഇനിയിപ്പോ എന്ത് പേപ്പറിൽ പോയിട്ടായാലും വേണ്ടില്ല, 100 റുപ്യ എന്നും പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ കടക്കാരന്റെ മോത്ത് കയറിയില്ലത്?
എറിയില്ലേ? ഇനി എറിഞ്ഞിട്ടില്ലേ തന്നെ അന്റെ കോഴിമുട്ട ഞങ്ങൾക്ക് വേണ്ടടോ എന്ന് അറിയില്ലേ? ഈ തുറാബിനോട് എന്തുകൊണ്ട് ഈ ജനങ്ങൾ പറഞ്ഞില്ല? അന്തല്ലായിട്ട് അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടത്. ഇനി നേരെ കേട്ടോ മുനീറെ, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. അംബാനി, അദാനി, ബിൽഗേറ്റ്സ്, യൂസഫ് അലി, ആരെന്നെ ആവട്ടെ, ഇനി സുലൈമാങ്ങാക്കെ ആവട്ടെ, പലർക്കാണ് നടത്തണ സുലൈമാങ്ങാക്കെ ആവട്ടെ, അവര് ഒരു പേരക്ക എടുത്തിട്ട് ഒരു അടക്കാപ്പാട് എടുത്തിട്ട് 313 പറഞ്ഞിട്ട് തന്നാൽ വാങ്ങുവോ? എത്ര വലിയ കോർപ്പറേറ്റ് ആണെങ്കിലും വാങ്ങൂല. അതുകൊണ്ട് ഓലെ നമ്മൾ കുറ്റം പറയില്ല, ഓല് തരൂല്ല. എന്നാല് ഇവര് കൊടുക്കും. ഇതാണ് ആത്മീയ കച്ചവടം. ഇതാണ് പറഞ്ഞിട്ട് മനസ്സിലല്ല. ഒരിക്കൽ കൂടി നമുക്ക് മുനീറിന്റെ വാക്കുകൾ കേൾക്കാം. എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ, മാന്യമായ രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് പണം സ്വരൂപിക്കുന്നത് എത്ര വലിയ മാന്യതയാണ്. ഇതിനെയാണ് ഇദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അത് വലിയ വലിയ കച്ചവടക്കാർ, MA യൂസുഫ് അലിയെ പോലെ, അംബാനിയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ കച്ചവടം നടത്തിയാൽ അതൊന്നും മൻസൂറിന് പ്രശ്നമില്ല. അതേ കച്ചവടം തന്നെ AP ഉസ്താദിന്റെ അനുയായികൾ നടത്തി കഴിഞ്ഞാൽ അത് മൻസൂറിന് പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. മനസ്സിലായല്ലോ? ഇവിടെ അംബാനിയും അദാനിയും യൂസഫ് അലിയും ഓലൊക്കെ കച്ചവടം ചെയ്താൽ നമ്മളൊന്നും കുറ്റം പറയണില്ല. AP ഉസ്താദ് കച്ചവടം ചെയ്താൽ നമ്മൾ കുറ്റം പറഞ്ഞോ? എന്തിന് AP ഉസ്താദിന്റെ അടുത്തൊന്നും പോണ്ട. ഈ തുറാബ് തങ്ങൾ കാട്ടിയ ഈ കച്ചവടം ഉണ്ടല്ലോ, ഇത് തന്നെ ഹറാമായ കച്ചവടമാണ്. ഇത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച കച്ചവടമാണോ? ഇതാണോ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്? അമിത ലാഭം എടുക്കാനാണോ പഠിപ്പിച്ചത്? അപ്പൊ ദീനിന്റെ എന്തിന്റെ പേരിലാണെങ്കിലും വേണ്ടില്ല, മൂല്യം, ആ മൂല്യത്തിലും കൂടുതൽ പൈസ, ആ പൈസ വിറ്റിയാലേക്കൊന്ന് സംഭാവനയായിട്ട് വാങ്ങിക്കൂടെ? ഈ ഒരു ഈച്ചപ്പാനി മുട്ടായി, ഒരു അടക്കാപ്പഴം, ഒരു പറങ്കി മാങ്ങ, ഒരു കോമാങ്ങ, ഒരു കോമാങ്ങന്റെ അണ്ടി ഇല്ലേ, എന്താ അത്, ഒരു മാങ്ങാത്തോലി, എന്നിട്ട് അത് കൊടുത്തിട്ട് 313, 513, 613 എന്ന് പറയുന്നത് നാണല്ലാതെ വാങ്ങണില്ലേ? ഈ കച്ചവടത്തിനാണ് ആത്മീയ വാണിഭം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റിച്ച മനസ്സിലായിക്കോ. ഇല്ലെങ്കിൽ ഇനിയും ചോറിയും കുത്തിയിട്ട് വീഡിയോ കൊണ്ട് പോവാ. അപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം. ഒരിക്കൽ കൂടി അവസാന ഭാഗത്ത് ആ തുറാബ് തങ്ങളുടെ ആ തട്ടിപ്പ് കച്ചവടം ഇടുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് കണ്ടോക്കി നിങ്ങള് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൻസൂർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ്, അഥവാ കച്ചവടം അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരും ബിരിയാണി ആയിട്ടും ഓരോ പ്രൊഡക്റ്റ് ആയിട്ടും ജനങ്ങൾക്ക് കച്ചവടം നടത്തുന്നു. അവരുടെ ധനം ആ കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്നു. 313 തന്നെ നമുക്ക് പറയാനുള്ളൂ. ആരാണ് 313 ഉറുപ്പ്യ ഞാൻ തരാം? അൽഹംദുലില്ലാ. ഇവർക്ക് ആ പേരക്ക കുടിക്കി, ഒരു പേരക്ക ഇതുവരെ മാങ്ങ മാറി, ഇനി പേരക്ക ആയിക്കോട്ടെ കുടിക്കി. ഒക്കെ റെഡി ആവട്ടെ. അള്ളാഹു പേപ്പറൊക്കെ റെഡി ആവേണ്ട, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത ബദറാകുമ്പോഴത്തേന് അള്ളാഹു ഒക്കെ റാത്താക്കി തരട്ടെ. അവങ്ങൾ ഇപ്പാവും അറിയില്ല. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു അടുത്ത ബദറിൽ എല്ലാം സന്തോഷമായി കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അടുത്ത 313 ഒടുക്കി. ഇതാ ഇതിലെന്താ ഒടുക്കി, ഇതിലെന്താ ആകെ പറല് ഹലുവ, അത് അപ്പുറത്തുള്ള കൊടുക്കി. ഇനി എന്താ ഇവിടെ? ഇത് തന്നെയല്ലേ ബിൽഗേറ്റ്സും നിങ്ങൾ പറഞ്ഞ് യൂസുഫ് അലിയും ചെയ്യുന്നത്? അത് യൂസുഫ് അലി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതേ പരിപാടി തന്നെ AP ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. മനസ്സിലാകുന്നുണ്ട് മൻസൂറെ? ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റും പാക്കറ്റ് കൊടുക്കി. 313 ബിസ്ക്കറ്റ്, വല്ലാത്ത ബിസ്ക്കറ്റ്. ഞാനുള്ള 313 അതാ അസീസാക്കന്റെ മോൻ പഠിക്ക. പിന്നെ ആരാ? ഞാറുണ്ടോ? ഒറ്റ ഒന്നും കൂടെ ഉണ്ട്. മതി മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നമുക്ക് 100 റുപ്യ ആക്കാം. 100 റുപ്യ തരാൻ പറ്റുന്നവർക്ക് ഒരു ടിഷ്യൂ, കോഴിമുട്ടിയും കൊടുക്കാം. ഒരാൾ കൂടെ കൂടി കൊടുക്കി. 100 റുപ്യന്റെ കോഴിമുട്ട, വല്ലാത്ത കോഴിമുട്ടയും അമേരിക്കയിൽ നിന്ന് വന്നാന്ന് പറയാൻ കണ്ടഞ്ഞു. 100 ഉറുപ്യ കൊടുത്തു വാങ്ങിക്കോളി. അതാ ഷബീറിന് കൊടുക്കി. നാടൻ കോഴിമുട്ടാണല്ലേ. കൊടുക്കി കൊടുക്കി. ഞാർക്ക് വേണ്ടി ഇതാ ഞാൻ കുടിക്കും സ്പീഡാക്കി. മരിച്ചുപോയവരുടെ പേരിൽ ഒരു ഫാത്തിഹ, അപ്പത്തിന് പറ്റിയോലൊക്കെ വാങ്ങിക്കോളി. അത് തീരുന്നവരുണ്ടാവും. അൽ ഫാത്തിഹ.